ഹായ്. നമ്മൾ ആ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ടോപ്പിക്ക് പറയാനുണ്ടായിരുന്നു, കോംപ്ലക്സ് പവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വേറൊരു ചെറിയ ടോപ്പിക്കുണ്ട്, അതിൽ കോംപ്ലക്സ് പവേഴ്സാണ് ഞാൻ പറയുന്നത്. ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു കണ്ടൻറ്റേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, കോംപ്ലക്സ് നമ്മൾ സംഖ്യകളുടെ പവേഴ്സ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ അല്ലേ, സ്ക്വയർ പവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഈ പവർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇതുപോലെ 2 അല്ലെങ്കിൽ എക്സ് ക്യൂബ്, ഈ രീതിയിലുള്ള സംഖ്യകളാണ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത്, ആ പവേഴ്സ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറുള്ളത്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത് കോംപ്ലക്സ് പവേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. കോംപ്ലക്സ് പവേഴ്സ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്, ഇസഡ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇസഡ് റൈസ് ടു ആൽഫ കണ്ടുപിടിക്കാം. ഈ ഇസഡ് റൈസ് ടു ആൽഫയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസഡ് ഒരു കോംപ്ലക്സ് ഒരു നോൺ സീറോ നമ്പറാണ്. ഇതിൽ പവറായിട്ട് വരാൻ പോണ ആൾ ആൽഫ എന്ന് പറയുന്ന ആളെന്താണ്, ഒരു കോംപ്ലക്സ് നമ്പേഴ്സാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ പവേഴ്സ് എടുത്തിട്ടില്ല. നമ്മളെപ്പോഴും ഇൻറ്റിജർ പവേഴ്സുകളാണ് കൂടുതൽ എടുക്കുന്നത്, അല്ലെങ്കിൽ റാഷണൽ പവേഴ്സോ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ എടുക്കാറ്. നമ്മൾ ആദ്യമായിട്ടാണ് കോംപ്ലക്സ് പവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് പവർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, ഇസഡ് റൈസ് ടു ആൽഫ ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ് എന്നുള്ളതാണ് നമ്മുടെ അതിനുള്ള ഇക്വേഷൻ. അപ്പം ഇതിൽ ലോഗ് ഇസഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് ലോഗരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റി, ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ്സിൽ. ലോഗ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് നാച്ചുറൽ ലോഗരിതം മോഡ് ഇസഡ് പ്ലസ് ഐ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്നുള്ളതാണ് അത് വരാൻ പോണത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ കോംപ്ലക്സ് നമ്പറുകളുടെ പവർ കണ്ടുപിടിക്കുന്നു, അതാണ് കോംപ്ലക്സ് പവേഴ്സ് എന്ന് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇക്വേഷത്തിലുള്ള ഇസഡ് റൈസ് ടു ആൽഫ ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ്. ഇതിൽ ലോഗ് ഇസഡ് ഒടിക്കാൻ നമുക്കറിയാം. നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ഐ റൈസ് ടു 2i. അപ്പം ഇവിടെ ഇസഡിൻ്റെ സ്ഥാനത്ത് ആര് വരുന്നു, ഐ വരുന്നു. ആൽഫയുടെ സ്ഥാനത്ത് ആര് വരുന്നു, 2i വരുന്നു. അപ്പോൾ എന്തായിരിക്കും വരാൻ പോണേ, ഐ റൈസ് ടു 2i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ആൽഫ, അവൻ ഇ റൈസ് ടു 2i ഇൻറ്റു ലോഗ് ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോംപ്ലക്സ് ലോഗരിതം കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, അതാണ് ഞാൻ വി നോ ദാറ്റ് എന്നിരിക്കുന്നത് കൊണ്ടാണ്. ലോഗ് ഐ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം മോഡ് ഐ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ പ്ലസ് ഐ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഐ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആർഗ്യുമെന്റ് π/2 + 2nπ വരും. അപ്പം ലോഗ് 1 എന്ന് പറയുന്നത് ഇവിടെ 0 ആയിപ്പോൾ. സോ മിച്ചം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4n + 1 π/2 ഐ എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്, വീനോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കിട്ടിയ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാ ഇവിടേക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇ റൈസ് ടു 2i ലോഗ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു 2i കൊടുത്തു. ഇനി ലോഗ് ഐയുടെ നമ്മൾ കണ്ടുപിടിച്ച വില ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി സിംപ്ലിഫൈ ചെയ്യുക, 2 ക്യാൻസൽ ആയി കളയാം. അതേപോലെ ഈ 2 ക്യാൻസൽ ആയി കളയാം. പിന്നെ ഈ ഐയും കൂടെ ചേർന്ന് i² വന്നിട്ട് അങ്ങനെ മിച്ചം നമുക്ക് ഇ റൈസ് ടു -4n + 1 π എന്ന് കിട്ടും. ഇത്ര ഉള്ളൂ ചെയ്യാം. ഇനി ഒരു കണക്കൂടെ ചെയ്ത് നോക്കാം. അടുത്ത കണക്ക് ഇതാണ്, 1 + i ഹോൾ റൈസ് ടു i എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഇസഡ് റൈസ് ടു ആൽഫ എന്നാണല്ലോ നമ്മുടെ ഫോം, ഇസഡ് റൈസ് ടു ആൽഫ. ഇതിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് ആര് വന്നു, 1 + i വന്നു. ആൽഫയുടെ സ്ഥാനത്ത് ആര് വന്നു, ഐ വന്നു. ഓക്കെ, സോ നമ്മൾ ഡയറക്റ്റ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പം ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ് എന്നാണ് വന്നു. സോ ഇനി നമുക്ക് ഇതിൻ്റെ താരെ കണ്ടുപിടിക്കണം. ഈ പാർട്ട് ലോഗ് 1 + i എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. സോ ലോഗ് 1 + i കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, ലോഗരിതം കോംപ്ലക്സ് ലോഗരിതം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ 1/2 ഈ വില കിട്ടും. ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ടോപ്പിക്കാണ്, അതാണ് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 1 + i റൈസ് ടു i എന്നുള്ളത് ഇ റൈസ് ടു i ഇൻറ്റു ഈ പ്ലേസിലേക്ക് ഇവിടേക്ക് നമ്മൾ ഈ വില നമ്മൾ കണ്ടുപിടിച്ച ബോക്സിൽ ഇരിക്കുന്ന ഈ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് അതായത് ലോഗ് 2/2 + 8n + 1 4/5. ഓക്കെ, അതിന് നിങ്ങൾ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് എഴുതി നിർത്തുക. ഇനി ഒരു ചെറിയൊരു കാര്യം, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് എ കോംപ്ലക്സ് പവർ. നമ്മൾ നിലവിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതാ,
ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇസഡ് റൈസ് ടു ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ്. ഇനി പ്രിൻസിപ്പിൾ വാല്യൂ ആകുമ്പോഴത്തേക്ക് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ് വരും. നിങ്ങൾ പ്രിൻസിപ്പിൾ ലോഗരിതത്തിന്റെ വില അവിടെ കൊടുക്കണം, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ വാല്യൂ ഓഫ് എ കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ തീരും, ഇസഡ് റൈസ് ടു ആൽഫ ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ ലോഗ് ഇസഡ്. നോക്കി, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ലോഗരിതം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ലോഗരിതമാണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാം സെയിം തന്നെ. സോ ഒരു കണക്ക് നമ്മൾ എടുത്ത് നോക്കാം. ഫൈൻഡ് -3 റൈസ് ടു i ബൈ പൈ. അപ്പം ഇവിടെ ഇസഡിന്റെ സ്ഥാനത്ത് വരുന്നത് -3, ആൽഫയുടെ സ്ഥാനത്ത് വരുന്നത് i ബൈ പൈ. ഓക്കെ, സോ നമ്മൾ ഡെഫിനിഷൻ എഴുതുന്നു. ഇ റൈസ് ടു ആൽഫ അല്ലേ, ഇ റൈസ് ടു ആൽഫ പ്രിൻസിപ്പൽ ലോഗരിതം, അതാണ് ഈ കിടക്കുന്നത്. ഇ റൈസ് ടു ആൽഫ, അപ്പോൾ ഇ റൈസ് ടു i ബൈ പൈ ലോഗ് -3. അപ്പോൾ ലോഗ് -3 നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ലോഗ് -3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഈ കിടക്കുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ പറ്റുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഈ i ബൈ പൈയും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഐയും കൂടെ ചേർന്നിട്ട് -i സ്ക്വയർ കൊണ്ട് -1 വരും. 1 ബൈ പൈയും പൈയും തമ്മിൽ വെട്ടിപ്പോവും. അങ്ങനെയാണ് ഇ റൈസ് ടു -1 ഇവിടെ വന്നത്. പിന്നെ ഇത് ഡയറക്റ്റ് അതുപോലെ തന്നെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോംപ്ലക്സ് പവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, കോംപ്ലക്സ് പവേഴ്സ് എന്ന് പറയുന്നതും പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോംപ്ലക്സ് പവർ. ഓക്കെ.